നമുക്ക് ഇവരെല്ലാവരും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഇവർ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങൾ ഉൾപ്പെടെ മാമോദീസായുടെ മഹത്വം നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്നതാണ്. ഒരിക്കൽ 2009 ആഗോള സഭയിൽ വൈദിക വർഷം ആചരിക്കുകയുണ്ടായി. അതിൻ്റെ സമാപനത്തിൽ മാർപ്പാപ്പ നയിച്ച ഒരു ധ്യാനം അച്ഛന്മാർക്കുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാനൊരു അനുഗ്രഹം എനിക്കും ലഭിച്ചു. അത് 3 ദിവസത്തെ ധ്യാനമായിരുന്നു. 3-ാമത്തെ ദിവസം ബെനഡിക്ട് പാപ്പായായിരുന്നു ധ്യാന പ്രസംഗകൻ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് വല്ലാതെ എന്നെ സ്വാധീനം. അതെങ്ങനെയാണ് പറഞ്ഞത്? പ്രീസ്ലി കോൺസെക്രേഷൻ ഈസ് ഓൺലി ആൻ എക്സ്റ്റൻഷൻ ആൻഡ് കണ്ടിന്യൂവേഷൻ ഓഫ് ബാപ്റ്റിസ്മൽ കോൺസെക്രേഷൻ. മാമോദീസായിൽ സംഭവിച്ചതിൻ്റെ ഒരു തുടർച്ചയും ഒന്നുകൂടെ അത് മൂർച്ഛിക്കലും മാത്രമാണ് പൗരോഹിത്യ അഭിഷേകം. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: പൗരോഹിത്യത്തെക്കാളും വിലപ്പെട്ടതും മഹിമയേറിയതും മാമോദീസായാണെന്നാണ്. മാമോദീസായിൽ ലഭിച്ചിരിക്കുന്ന കൃപാവരം എത്ര വലുതാണെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ ഭയം കൊണ്ട് സന്തോഷം കൊണ്ട് മരിച്ചു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈശോയുടെ ജ്ഞാനസ്നാനം എന്ന സുവിശേഷ ഭാഗം ധ്യാനിക്കുന്ന ഈ സമയത്ത് നമ്മൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൻ്റെ പ്രാധാന്യം, അതുവഴി എന്തൊക്കെ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കൃത്യമായിട്ട് അറിയണം. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഈശോ വെള്ളത്തിൽ മുങ്ങിയതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്ഭവഭാവം, ഇവിടെ വിനു എടുത്ത് പറയുന്നത് ഉത്ഭവഭാവത്തെ പറ്റിയാണ്. ഉത്ഭവഭാവത്തിൻ്റെ പരിണതഫലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മിലുള്ള പാപത്തിലേക്കുള്ള ചായ്വാണ്. ജഡത്തിൻ്റെ ദുരാശ, ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി, അഹങ്കാരം. ഇത് 3 ജഡത്തിൻ്റെ സുഖങ്ങളോടുള്ള ആഗ്രഹം, ലോകവസ്തുക്കളോടുള്ള കമ്പം, അതുപോലെ നമ്മെ ചുറ്റിപ്പറ്റിയുള്ള അഹങ്കാരത്തിൻ്റെ ഇത് 3 ഉത്ഭവഭാവത്തിൻ്റെ ഫലമായി എല്ലാ മനുഷ്യരിലും ഉണ്ടത്. ഉത്ഭവഭാവം നീക്കം ചെയ്യപ്പെട്ടെങ്കിലും അതിൻ്റെ ഈ പറയുന്ന ഒരു മണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രുചി നമ്മൾ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് മാമോദിസയ്ക്ക് ശേഷം കുമ്പസാരം എന്ന കൂദാശ വേണ്ടി വരുന്നത്. ഈ പാപസ്വഭാവത്തെ നിരന്തരം അമർച്ച ചെയ്ത് എന്നെ കീഴടക്കി വിശുദ്ധ ജീവൻ നയിക്കാൻ അടുത്ത കൂദാശ വരെയാണ് കുമ്പസാരം എന്ന കൂദാശ. പക്ഷേ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാമോദിസ വഴി നമ്മളിലെ ഉത്ഭവഭാവത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഭാഗമെല്ലാം കർത്താവ് നീക്കം ചെയ്തു. പിന്നെ ഇപ്പോൾ പ്രായപൂർത്തിയായ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരതിനുശേഷം വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്ത സകല പാപങ്ങളും കുമ്പസാരം ഇല്ലാതെ തന്നെ, കുമ്പസാരം കൂടാതെ തന്നെ മാമോദിസ വഴി എന്നേക്കും നീക്കം ചെയ്യപ്പെട്ടു. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിതമായിട്ട് ബന്ധമെന്ന് വെച്ചാൽ, നമ്മൾ ജ്ഞാനസ്നാനം വഴി വീണ്ടും ജനിച്ചവരായതുകൊണ്ട് പാപത്തിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിച്ചവരാണ്. ഇതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട സത്യം. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അവർ ദൈവത്തിൽ ജനിച്ചവരായതുകൊണ്ട് അവർക്ക് പാപം ചെയ്യുക സാധ്യമല്ല. ഇപ്പം ജ്ഞാനസ്നാനത്തിൻ്റെ കൃപാവരം നമ്മിൽ ഒരു ദിവസത്തേക്കല്ല. ഉദാഹരണം, ഞാൻ പൗരോഹിത്യ സ്വീകരിച്ചത് 1981 ഞാൻ മരിക്കുന്നത് വരെ ഈ പൗരോഹിത്യത്തിൻ്റെ കൃപാവരം എന്നിൽ സ്ഥിരമായിട്ടുണ്ട്. ഒരു ദിവസമല്ല. അതുകൊണ്ടാണ് എനിക്ക് എന്നും ബലിയർപ്പിക്കാൻ പറ്റുന്നത്, എന്നും ബ്രഹ്മചര്യം പാലിച്ച് ജീവിക്കാൻ പറ്റുന്നത്. ഒരു ദിവസമേ സ്വീകരിച്ചുള്ള കൃപ. പക്ഷേ അതിൻ്റെ ഫലം 24 മണിക്കൂറും മരണവരെ നിലനിർത്തും. ഇതുപോലെ തന്നെ മാമോദിസ സ്വീകരിച്ച ആ നിമിഷത്തിൽ ലഭിച്ച കൃപാവരം മൂലം നമുക്ക് എല്ലാ പാപത്തോടും വിട പറഞ്ഞ് ജീവിക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാമോദിസയ്ക്ക് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്. മാമോദിസ മുക്കാൻ വരുമ്പോൾ സീറോ മലബാറിയത്തിൽ മാമോദിസയാണെങ്കിൽ പുരോഹിതൻ ചോദിക്കും, ഈ കുഞ്ഞ് പറയേണ്ട മറുപടിയാണ്. അത് കുഞ്ഞ് പറയാൻ പറ്റാത്ത കാരണം മാതാപിതാക്കൾ പറയും. ഒന്നാമത്തെ ചോദ്യം, പാപത്തെ ഉപേക്ഷിക്കുന്നതെന്ന് ചോദിക്കും. പാപത്തെയും പാപകാരനും ഉപേക്ഷിക്കുന്ന ചോദ്യത്തിന്
ഉപേക്ഷിക്കുന്നു എന്നുത്തരം പറയുന്നില്ലെങ്കിൽ മാമോദിസ സാധുവായി പരികർമ്മം ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ ആ കുഞ്ഞിന് വേണ്ടി മാതാപിതാക്കളും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും പറയാണ്, പാപത്തെ ഉപേക്ഷിക്കുന്നു, പാപകാരണങ്ങൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അത് മാമോദിസ മുക്കാനുള്ള വ്യവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ മാമോദിസ സ്വീകരിച്ച് നമുക്ക് പാപത്തോട് വിട പറഞ്ഞ് ജീവിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപാവരം ദൈവം തന്നിട്ടുണ്ട്, ഉറപ്പായി തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇരിക്കുന്ന കമ്പ് നമ്മൾ വെട്ടിക്കളയുകയാണ്. നമുക്ക് ലഭിച്ച കൃപാവരങ്ങൾ നമ്മൾ തിരസ്കരിക്കുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ്റെ ദൗർബല്യത്തെ പറ്റി പൗലോസ് അപ്പോസ്തലൻ വിലപിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി, നിനക്കെൻ്റെ കൃപ മതിയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഒന്നാമത്തെ കടമ ഇതാണ്: പാപത്തോടും പാപകാരണങ്ങളോടും പൂർണ്ണമായി സ്ഥിരമായി വിടപറഞ്ഞ് ജീവിക്കാനുള്ള ദൈവകൃപ മാമോദിസ വഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ടാമത്തെ അടയാളം, ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധമായി എഴുന്നള്ളിവെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് മാമോദിസയിലാണ് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് ആവസിക്കുന്നത്. ഒരിക്കൽ ഞങ്ങളുടെ ഒരു പ്രൊഫസർ, ഞങ്ങളെ ദൈവശാസ്ത്രം പഠിപ്പിച്ച ഒരു പ്രൊഫസർ, അദ്ദേഹം ലോകപ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് 10 മക്കളുണ്ട്. 10 മക്കളുടെ അപ്പനായ അദ്ദേഹം ഒരു വലിയ ദൈവശാസ്ത്രജ്ഞൻ കൂടെയാണ്. അദ്ദേഹം തൻ്റെ 6ാമത്തെ കുട്ടി ജനിച്ചത് റോമിൽ വെച്ചായിരുന്നു. അപ്പം അന്ന് മാമോദിസ മുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കുട്ടി ജോൺ ബേണ്ടാൻ മാർപ്പാപ്പ ഈസ്റ്റർ വിജിലിൻ്റെ അന്ന് 100 കണക്കിന് കുട്ടികൾ മാമോദിസ വെക്കുന്നതിൽ പതിവുണ്ടായിരുന്നു. അപ്പം ഓരോ രാജ്യത്തിൽ നിന്ന് പ്രതിനിധികളെ സ്വീകരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടിയെയും ആ ലിസ്റ്റിൽ പെട്ടിരുന്നു. പക്ഷേ തലേദിവസം മാർപ്പാപ്പയ്ക്ക് തീരെ വയ്യാതെ പോയതുകൊണ്ട് ഈ ഒത്തിരി കുട്ടികൾ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ കുട്ടിയും ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയി. സങ്കടം ഒത്തിരി തോന്നി. പക്ഷേ പിറ്റേ ദിവസം മാമോദിസ നടന്നു. അവിടുത്തെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രമുഖനായ ദൈവശാസ്ത്രജ്ഞനെ അച്ഛനാണ് മാമോദിസ വെക്കിയത്. മാമോദിസ വെക്കിയ ശേഷം അച്ഛൻ ചെയ്തത് വിചിത്രമായൊരു പ്രവൃത്തിയാണ്. ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് ബലിപീഠത്തിൽ ഈശോയുടെ ശരീരം വയ്ക്കുന്ന ആ കോർപ്പറൽ എന്ന് പറയുന്ന ആ വിശുദ്ധ ശീലയിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് അച്ഛൻ താഴേക്ക് ഇറങ്ങി വന്ന് ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് വന്ന് നിന്നിട്ട് അവിടെ സാഷ്ടാംഗം വീണ് കിടന്ന് ഒരു 10 മിനിറ്റെങ്കിലും സാഷ്ടാംഗം വീണ് കിടന്നു. അപ്പോൾ ഈ മാമോദിസ കർമ്മത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും സാധാരണക്കാരല്ല, ദൈവശാസ്ത്രത്തിൽ PhD ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. അവർക്കെല്ലാം അന്തം വിട്ട് എൻ്റെ അച്ഛനെ കാണിച്ചു കൂട്ടുന്നത് വിഗ്രഹാരാധനയല്ലേ, എന്താണ് ഈ കുട്ടി നമുക്ക് കവന്ന് കിടക്കുന്നത്? 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസാണ് ഇവരെല്ലാവരും, ഇവരോട് പറയുകയാണ്, മാമോദിസ എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. മാമോദിസ മുങ്ങിയ വ്യക്തിയിൽ പരിശുദ്ധ ത്രിത്വം മുഴുവനായി വന്ന് വസിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അതിശക്തമായി ആ വ്യക്തിയിൽ നിലകൊള്ളുന്നു. ഇത് ഒരു ക്രൈസ്തവൻ ലഭിച്ചിരിക്കുന്ന മഹാദാനമാണ്. മാമോദിസ വഴി പരിശുദ്ധാത്മാവ് ഒരു അന്യനല്ലാതായി മാറി നമ്മൾ തന്നെ വാസം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്ന് വിളിക്കാൻ പൗലോസ് ധൈര്യപ്പെടുന്നുണ്ട്. നിങ്ങൾ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. കറിഞ്ഞുകൂടെ ശാസിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവും നമ്മളും ഒന്നായിത്തീരാൻ ഈ മാമോദിസ കാരണമാക്കിയിരിക്കുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു സ്വരമാണ്. ഈശോ മാമോദിസ മുങ്ങുമ്പോൾ പിതാവിൻ്റെ ഒരു സ്വരം, ഇവൻ്റെ പ്രിയപുത്രൻ. ഓരോ മാമോദിസയിലും ഇതേ വാക്കുകൾ ദൈവം പറയുന്നുണ്ട്. ആ മാമോദിസ മുങ്ങുന്ന ഓരോരുത്തരോട് ഇതേ വാക്ക് പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം മാമോദിസ വഴി നമ്മൾ ദൈവത്തിൻ്റെ ഏറ്റവും വാത്സല്യമുള്ള മകൻ അല്ലെങ്കിൽ മകൾ ആയി തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. സാധാരണ ഈ വിദേശ രാജ്യങ്ങളിൽ മുതിർന്നവരുടെ മാമോദിസ ഒരുപാട് നടക്കുന്നുണ്ട് എല്ലാ വർഷവും. അവർ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലൊക്കെ ആയിരുന്നവർ സഭയിലേക്ക് ചേരുമ്പോൾ മാമോദിസ മുക്കും. അപ്പോൾ ഈ മാമോദിസ സ്വീകരിക്കുന്നവർ സ്വീകരിക്കുന്ന ആ ഒരു 10 മാസത്തെ കോഴ്സുണ്ട്. അതിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ സ്വർഗസ്ഥനാപിതാവിൻ്റെ പ്രാർത്ഥന ഔദ്യോഗികമായി അവർക്ക് കൊടുക്കും. ഒരു പ്രത്യേക ഷീറ്റിൽ ആ പ്രാർത്ഥന അച്ചടിച്ച്
കുർബാനയുടെ ഇടയ്ക്ക് അവർക്ക് കൊടുക്കുക പ്രാർത്ഥന. എൻ്റെ അർത്ഥം ഇതാണ്, മാമോദിസ സ്വീകരിച്ചവർക്ക് മാത്രമേ ഈ പ്രാർത്ഥനയെല്ലാം യോഗ്യതയുള്ളൂ. ദൈവത്തെ അബാ പിതാവേ എന്ന് വിളിക്കുന്ന പ്രാർത്ഥന അർത്ഥവത്തായി ചൊല്ലാൻ ഒരാൾക്ക് അനുവാദം കിട്ടുന്നത് മാമോദിസ കഴിയുമ്പോഴാണ്. ചുരുക്കി പറഞ്ഞാൽ മാമോദീസ വഴി നമ്മളെ യഥാർത്ഥ അപ്പൻ, യഥാർത്ഥ പിതാവ് ദൈവം തന്നെയായി മാറുകയാണ്. അപ്പോൾ ഇത് അനുദിനം ജീവിക്കുമ്പോഴാണ് നമ്മൾ ക്രൈസ്തവരായിട്ട് മാറുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ കർത്താവ് പൂർണ്ണമായി വിശുദ്ധീകരിച്ചു. 2, പരിശുദ്ധാത്മാവിനെ നമുക്ക് നിത്യസഹായകനായി ആശ്വാസപ്രദനായി നമ്മൾ നിക്ഷേപിച്ചു. 3, പിതാവായ ദൈവത്തിൻ്റെ വത്സലപുത്രൻ പുത്രിയായി നമ്മൾ ഉയർത്തപ്പെട്ടു. മാമോദിസായുടെ ഫലത്തെപ്പറ്റി കത്തോലിക്കാ സഭയുടെ മതബോധനന്തം 1265 പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മാമോദീസ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക മാത്രമല്ല, വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദത്തുപുത്രനും തൽഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനും ക്രിസ്തുവിൻ്റെ അവയവവും അവിടുത്തെ അവിടുത്തെ സഹ അവകാശിയും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമാക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാം. ജ്ഞാനസ്നാനം വഴി പ്രധാനമായിട്ടും ദൈവം നമ്മളെ പുതിയ സൃഷ്ടിയാക്കും. നമ്മൾ വീണ്ടും ജനിക്കുക. നിക്കോദേമോസ് ശിക്ഷ പറഞ്ഞില്ലേ, വീണ്ടും ജനിക്കാത്ത ആർക്കും ദൈവരാജ്യമില്ല. അത് എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്? മാമോദീസായിലാണ്. വീണ്ടും ജനിക്കുക അർത്ഥം പുതിയ സൃഷ്ടിയായി മാറും. അതായത് മാമോദിസ മുങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ജഡത്തിൽ നിന്ന് ജനിച്ച ജഡമാണ്. ജഡത്തിന് സ്വർഗരാജ്യ പ്രവേശനമില്ല. മാമോദിസ വഴി നമ്മെ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലം പറയുന്നത് ദൈവത്തിൻ്റെ ദത്തുപുത്രനും തൽഫലമായി ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരനുമാകും. ദൈവത്തിൻ്റെ മകനാകുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ സ്വന്തം മകനാകുകയാണെങ്കിൽ ദൈവിക സ്വഭാവവും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും പറഞ്ഞ ക്രിസ്തുവിൻ്റെ അവയവമായി മാറുന്നു. ഇതെല്ലാം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, പക്ഷേ ഒരു ബോധ്യം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ സഹ അവകാശി, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സഹ അവകാശി. നമ്മൾ യേശുക്രിസ്തുവിന് എന്തെല്ലാം അവകാശമുണ്ടോ അതെല്ലാത്തിനും നമുക്ക് അവകാശം കിട്ടുകയാണ് മാമോദീസ വഴി. പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായി നമ്മൾ തീരുകയാണ്. അതിനാൽ നമുക്ക് നമ്മുടെ മാമോദീസായെ പറ്റി ദൈവത്തോട് നന്ദി പറയാം. ഈ ഭൂരിപക്ഷം പേര് മാമോദിസ സ്വീകരിച്ചത് സ്വമനസാലെ അല്ലെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുത പരിപാലനയിലുണ്ട്. ദൈവത്തിൻ്റെ അത്ഭുത പരിപാലന ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ക്രൈസ്തവ കുടുംബത്തെ ജനിക്കാനിടയായത്. അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് മാമോദിസ എങ്കിലും നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവ കുടുംബത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന മാതാപിതാക്കൾ ജനിച്ചു എന്നുള്ളത് തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ തിരഞ്ഞെടുപ്പാണ്. അതിനാൽ നമുക്ക് നന്ദി പറയാം. മാത്രമല്ല, മാമോദീസ വഴി നമുക്ക് നമ്മുടെ മേൽ വയ്ക്കപ്പെടുന്ന കടമ, നമ്മൾ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ പാടില്ല. മാമോദിസ മുങ്ങാത്തവരെ പോലെ ജീവിക്കാൻ പാടില്ല. അത് തീർത്തും വ്യത്യസ്തമായി തീരും നമ്മുടെ ജീവിതം. അതുകൊണ്ട് ആദിമസഭയിൽ സുവിശേഷ പ്രഘോഷണം മുടക്കപ്പെട്ട കാലമാണ്. 312 വരെ ക്രിസ്തുവിനെ പരസ്യമായി ആർക്കും പ്രഘോഷിക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അന്നാണ് സഭ ഏറ്റവും അധികം വളർന്നത്. കാരണം എന്താ? വിശ്വാസികളുടെ ജീവിതത്തിൽ കണ്ട വിശിഷ്ടമായ മാതൃക അന്നത്തെ വിജാതീയരെ അത്ഭുതപ്പെടുത്തി. മാമോദിസ ക്രിസ്ത്യാനികളുടെ ജീവിത രീതി അവരെ അത്ഭുതപ്പെടുത്തി. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം വഴി അധികമൊന്നും മാനസാന്തരമൊന്നും സാധ്യമല്ലായിരുന്നെങ്കിലും ക്രിസ്ത്യാനികളുടെ ജീവിത മാതൃക സുവിശേഷ പ്രഘോഷത്തെക്കാൾ ശക്തമായ പ്രഘോഷണമായിട്ട് മാറി. അതുകൊണ്ട് നമ്മൾ ജ്ഞാനസ്നാനമേറ്റ് നമ്മളുടെ വിശുദ്ധ ജീവിതമാണ്, അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിൻ്റെ അരൂപിക്കനുസരിച്ചുള്ള ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷ പ്രഘോഷണം.
നമുക്ക് അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ, മാമൂസ മുങ്ങാത്തൊരാളെയും മാമൂസ മുങ്ങിയ ഒരാളെയും ദൈവം വിധിക്കാൻ പോകുന്നത് തീർച്ചയായും 2 അളവുകൾ വെച്ചായിരിക്കും. മാമോദീസായും മുങ്ങി അതിനുശേഷം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചവരായ നമുക്ക് നാം സ്വീകരിച്ച കൃപാവരത്തിന് ആനുപാതികമായി കൂടുതൽ വിശുദ്ധമായി ജീവൻ നയിക്കാൻ ബാധ്യതയുണ്ട്. അതിന് ആർക്കും തർക്കമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ കർത്താവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവെ, എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ മാമോദീസ എന്ന കൃപാവരത്തെ നന്ദി പറയുന്നതോടൊപ്പം അതനുസരിച്ച് ജീവിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ, ദൈവത്തിൻ്റെ സ്വന്തം മകനാണ് മകളാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാൻ, അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് ഒട്ടൊക്കെ അകന്ന് സ്വർഗത്തെയും ദൈവത്തെയും ലക്ഷ്യമാക്കിയും ദൈവത്തെയും മനുഷ്യരെയും നിസ്വാർത്ഥമായി സ്നേഹിച്ചും ജീവിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ കർത്താവിന് മുമ്പിൽ നമ്മൾ സംവഹിക്കപ്പെട്ട ആ സമയവും ആ കാലവും നമുക്ക് മനസ്സിൽ കാണാം. മാതാപിതാക്കളും തലതൊട്ടവരും നമ്മെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് സഭയുടെ പ്രതിനിധിയായ പുരോഹിതൻ നമ്മെ കൊണ്ട് കൃതവാഗ്ദാനം നടത്തിക്കുന്നതും, ഒന്ന് പാപത്തെ ഉപേക്ഷിക്കുന്നു, പാപഗാനങ്ങൾ ഉപേക്ഷിക്കുന്നു. നമുക്ക് ആ തീരുമാനം ഇപ്പോൾ കർത്താവിനോട് വീണ്ടും പറയാം. കർത്താവെ, ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, പാപത്തിൻ്റെ എല്ലാ കാരണങ്ങളും ഉപേക്ഷിക്കുന്നു. രണ്ടാമതായി ചോദിച്ച ചോദ്യം, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കുന്നു. ഈശോയോട് നമുക്ക് വാഗ്ദാനം ചെയ്യാം, കർത്താവെ, എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളും സാത്താൻ്റെ എല്ലാ തന്ത്രങ്ങളും ആഡംബരങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. മൂന്നാമതായ ചോദ്യം, യേശുവിനെ സർവസ്വവുമായി കർത്താവും ദൈവവുമായി സ്വീകരിക്കുന്നു. നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്യാം, കർത്താവെ, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം, അങ്ങാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും, അങ്ങയേക്കാൾ അധികമായൊരു സ്ഥാനമോ പ്രാധാന്യമോ ഞാൻ ആർക്കും കൊടുക്കുകയില്ല, അങ്ങേ ഞാൻ കർത്താവ് നാഥനുമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ കർത്താവിനെ സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.